പഴയങ്ങാടി താവം ദാലിൽ റോഡ് മുഴുവനായും ടാറിംഗ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ പഞ്ചായത്ത് ഇടപെട്ട് 500 മീറ്റർ നവീകരിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് യാത്രാ ദുരിതമാവുകയാണ്. മേൽപ്പാലം അടച്ചിട്ടതോടെ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ദിവസേന നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണ് പഴയങ്ങാടി താവം ദാലിൽ റോഡ്. പുഴയോട് ചേർന്നു കിടക്കുന്ന റോഡിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് പോകാറുള്ളത്. നിലവിൽ അറ്റകുറ്റപ്രവൃത്തിക്കായി താവം മേൽപ്പാലം അടച്ചിട്ടതോടെ ഈ റോഡിലൂടെയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. ചെറുകുന്ന് കണ്ണൂർ ഭാഗത്തേക്കും തിരിച്ചും ഈ റോഡിലൂടെ എളുപ്പത്തിലെത്താൻ സാധിക്കും. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായത് ജനങ്ങളെ നേരത്തെ ദുരിതത്തിലാക്കിയിരുന്നു. പരാതികൾക്കൊടുവിൽ പഞ്ചായത്ത് ഇടപെട്ട് 500 മീറ്റർ ടാറിംഗ് ചെയ്ത് നവീകരിച്ചിരുന്നു. ഇത് ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായിട്ടുണ്ട്. എന്നാൽ ബാക്കി കിലോമീറ്ററുകളോളം ദൂരത്തിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. റോഡ് ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ വലിയ കുഴികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിട്ടുണ്ടെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഇങ്ങനെ കറങ്ങി വരണം, മറ്റു നേരെ പോകുന്നത് ഇപ്പോൾ 1 കിലോമീറ്റർ ജാസ്തി ഓടണം. നമ്മൾ പഴയങ്ങാടി എത്തണമെങ്കിൽ അത് 3/4 കിലോമീറ്ററോളം കൂടുതലുണ്ട്. റോഡും കൂടി മോശമാകുമ്പോൾ നമ്മൾക്ക് നഷ്ടം തന്നെ. എണ്ണേന്റെ നഷ്ടം, വണ്ടീന്റെ കേടുപാടുകൾ, ഇത് കൂട്ടേണ്ടത് ആവശ്യമാണ്. ഇപ്പം വാഹനങ്ങൾ കൂടി വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് റോഡിന് പുരോഗതി വേണ്ട. പക്ഷെ അതില്ലല്ലോ. റോഡരികിൽ ഭിത്തി കെട്ടുന്നതിനും മറ്റുമായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ അധികൃതരുടെ വിശദീകരണം. എന്നാൽ പ്രവൃത്തി ആരംഭിക്കണമെങ്കിൽ ഇനിയും ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അത്രയും കാലം യാത്രാ ദുരിതം അനുഭവിക്കണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അധികൃതർ ഇടപെട്ട് കഴിഞ്ഞാൽ താൽക്കാലിക പരിഹാരം കാണാനാവും. ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.